മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവകാരുണ്യേശോ ഈ ദിവസം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപകൾ കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണ്. ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നുവെന്ന്. മനുഷ്യൻ അളക്കുന്ന അളവ് കൊണ്ടല്ല ദൈവം അളക്കുന്നത്. ദൈവം ഹൃദയത്തെ നോക്കി അളക്കുന്ന ഒരുവനെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനുഷ്യരെ അളക്കുന്ന എങ്ങനെയാ? അവന്റെ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട, അവന്റെ വാക്കുകളെ നോക്കിയിട്ടാ. ഒരുവന്റെ വാക്ക് നോക്കി, ഒരുവന്റെ ബാഹ്യ ചേഷ്ടകൾ നോക്കി ഒരുവനെ അളക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ തെറ്റിപ്പോകുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ദൈവം അളക്കുന്ന അളവെന്ന് പറയുന്നത് തെറ്റില്ലാത്ത അളവാ. അത് അവന്റെ ഉള്ളു നോക്കിയ, ഉള്ളില് ഉള്ളത് എന്താണോ അതാണ് യഥാർത്ഥത്തിലുള്ളത്. നമ്മുടെ ഉള്ളു ശുദ്ധമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, നമ്മുടെ ഉള്ളിലേക്കാ ദൈവം നോക്കുന്നത്. നമ്മൾ പുറമെ എന്തെല്ലാം കാട്ടിക്കൂട്ടി ആരെല്ലാം വീഴ്ത്തി നടന്നു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളു ശുദ്ധം അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, നമ്മുടെയൊക്കെ ജീവിതം ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെടുന്ന ജീവിതങ്ങളായിട്ട് മാറും. വക്രതയാർന്ന ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ നയിക്കരുത്. നമ്മുടെ ജീവിത പങ്കാളിയെ കളിപ്പിക്കാനായിട്ട്, മക്കളെ കളിപ്പിക്കാനായിട്ട്, മാതാപിതാക്കളെ കളിപ്പിക്കാനായിട്ട്, അധികാരികളെ കളിപ്പിക്കാനായിട്ട്, സമൂഹത്തിലുള്ളവരെ കളിപ്പിക്കാനായിട്ട്, പറ്റിക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ ദൈവത്തെ പറ്റിക്കാനോ കളിപ്പിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ തിരിച്ചറിഞ്ഞത് കാരണം അവൻ ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ്. അവൻ നമ്മുടെ ജീവിതത്തെ മുഴുവന് കാണുന്നവനാണ്. നമ്മുടെ ദൈവം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളു ശുദ്ധമാക്കുക. അപ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊള്ളും. കരങ്ങളെ യാചനയോടെ പിടിച്ച് കർത്താവിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, അധ്വാന വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ ഉപദ്രവങ്ങളും പൈശാചിക ശക്തിയുടെ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.